ദൗത്യം എന്നെ ഏൽപ്പിച്ചുവല്ലോ. ഞാൻ അള്ളാന്റെ റസൂലിനെ ഉറങ്ങാൻ വിട്ടിട്ട്, അള്ളാന്റെ ഹബീബിനെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ അള്ളാന്റെ റസൂലിന്റെ ടെന്റിന് കാവൽ നിൽക്കുകയാ. ഞാൻ അള്ളാന്റെ റസൂലിനെ നോക്കുമ്പോ നിശബ്ദമായ നീലാകാശത്തിന്റെ നീലിമയിലൂടെ നീലക്കണ്ണുള്ള നീലാപക്ഷി കിടന്നുറങ്ങുന്നത് പോലെ ലോകത്തിന്റെ വസന്തമതാ കിടന്നുറങ്ങുകയാ. ലോകത്തിന്റെ വസന്തമതാ കിടന്നുറങ്ങുകയാ. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന എന്റെ ശരീരത്തിൽ കോൾമയർ കൊള്ളാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ കോൾമയർ കൊള്ളാൻ തുടങ്ങി. കാരണം എന്ത്? ആർക്കാണ് ഞാൻ കാവൽ നിൽക്കുന്നത്? ആരുടെ സംരക്ഷണമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്? എന്റെ താഴെ കിടക്കുന്ന നേതാവാറാ. എന്റെ താഴെ കിടക്കുന്ന സ്വപ്നത്തിൽ ഞാൻ കാണാൻ കൊതിച്ച നേതാവാറാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റളിയല്ലാഹു പറയുകയാ, എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണാൻ കൊതിച്ച എന്റെ നേതാവാറാ. പതിരാ സമയത്ത് ആരെയാണ് എതിരാളികളുടെ അക്രമത്തിൽ നിന്ന് ഞാൻ ആരെയാ രക്ഷിക്കേണ്ടത്? ഞാൻ ആർക്കാ കാവൽ നിൽക്കുന്നത്? ഞാൻ ഏറ്റവും അധികം എന്റെ ജീവിതത്തിൽ കാണാൻ കൊതിച്ച നേതാവാരാ. യാ ഹബീബ് നൂർ മുജസ്സം, യാ ഹബീബ് നൂർ മുഅല്ലം, യാ ഹബീബ് നൂർ മുജസ്സം, യാ ഹബീബ് നൂർ മുഅല്ലം. മഹാനായ റളിയല്ലാഹു പറയുകയാ, ലോകത്തിന്റെ പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന് ഞാൻ കാവൽ നിൽക്കുമ്പോ പാതിരാ സമയത്ത് സഹാബത്ത് മുഴുവനും കിടന്നുറങ്ങുകയാ. ഞാൻ നോക്കുമ്പോ എതിരാളികളുടെ ടെന്റിൽ ആ മഹാനായ റളിയല്ലാഹു അൻഹു ഒരു തീ കുത്തിയ അടയാളം കാണുകയാണ്. എതിരാളികളുടെ ടെന്റിൽ ഒരു തീ കുത്തിയ അടയാളം കാണുകയാ. മഹാനായ റളിയല്ലാഹു തആല പറയുകയാണ്, ഞാൻ വിചാരിച്ച നാളെ യുദ്ധം നടക്കാൻ പോവുകയാണെന്ന്. എതിരാളികളുടെ പടത്തമ്പിലേക്ക് നുഴഞ്ഞു കയറി അവർ നാളെ പഴത്തേണ്ട യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്യുമ്പോ, ആ യുദ്ധതന്ത്രങ്ങൾ പയറ്റുമ്പോ, ആ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോ, ആ രഹസ്യങ്ങൾ അറിയാൻ, ആ രഹസ്യങ്ങൾ ചോർത്തെടുക്കാൻ ഞാനൊരു ചാരന് പോരാ പടക്യാമ്പിലേക്ക് നടന്നു. തീരെ പിടിക്കാൻ പോകുന്ന ആചാരങ്ങൾ പാദപതന ശബ്ദം പോലും കേൾപ്പിക്കാതെ മെല്ലെ മെല്ലെ ഇരയെ പിടിക്കാൻ പോകുന്നത് പോലെ ഞാൻ മെല്ലെ മെല്ലെ ആ ശത്രുക്കളുടെ പടക്യാമ്പിലേക്ക്, ആ ടെന്റിലേക്ക് നടന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോ അവർ ഇരുട്ടത്തിരിക്കുകയാണ്. വെറും ആ തീക്കുത്തി അടയാളം മാത്രമേ ഉള്ളൂ, അതല്ലാതെ വേറെ വെളിച്ചമൊന്നുമില്ല. അവർ ഇരുട്ടത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഇരിക്കുന്നത് ആരൊക്കെയെന്നറിയോ? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 20ഓളം ആളുകളാണ്. 20ഓളം ശത്രുക്കൾ അവിടെ ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുകയാ. യുദ്ധതന്ത്രം ഉറക്കെ പറഞ്ഞപ്പോ അത് കേട്ട സന്തോഷത്താൽ, അത് കേട്ട ആഹ്ലാദത്താൽ, അത് കേട്ട സന്തോഷത്താൽ എന്റെ ശരീരത്തിൽ നിന്നും ഒരു ശബ്ദം വെളിയിലോട്ട് വന്നു. അപരിചിതമായ ശബ്ദം കേട്ടപ്പോൾ അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഊരിപ്പിടിച്ച വാൾ തലപ്പുകൾ ആകാശത്ത് അഗ്നിശിരിംഗങ്ങൾ പോലെ ചിന്നിച്ചിതറി. എന്റെ പിറകിൽ ശത്രുക്കൾ കുതിരപ്പുറത്ത് കയറിയിട്ട് പാഞ്ഞു വരികയാണ്. എന്റെ പിറകിൽ പാഞ്ഞു വരികയാണ്. മരുഭൂമിയിലൂടെ ഓടി 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 എന്റെ കാല് തളരാൻ തുടങ്ങി. ഇനി ഞാൻ മരുഭൂമിയിൽ വീഴുമെന്ന് എനിക്കുറപ്പായപ്പോ, മരുഭൂമിയിൽ ഇനി ഞാൻ കുഴഞ്ഞു വീഴുമെന്ന് എനിക്കുറപ്പായപ്പോ ഞാൻ ഇനി മുമ്പോട്ട് ഗമിക്കാൻ കഴിയാതെ മരുഭൂമിയിൽ കിടന്ന് ശത്രുക്കളുടെ വെട്ടേറ്റ് മരിക്കുമെന്ന് എനിക്കുറപ്പായപ്പോ, നാളെ രാവിലെ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുമ്പോ എന്റെ കൊയ്യപ്പെട്ട ശിരസ്സായിരിക്കും കാണുക എന്ന് എനിക്കുറപ്പായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിൻ ഏൽപ്പിച്ചിട്ട് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ എന്ന് ഹൃദയത്തിൽ അങ്കലാപ്പായപ്പോ ഞാൻ വീണ്ടും ഓടുകയാ. മഹാനായ റളിയല്ലാഹു തആല ഓടുകയാ. മരുഭൂമിയിലൂടെ ഓടി 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 എന്റെ കാല് തളരാൻ തുടങ്ങി, എന്റെ കൈകൾ തളരാൻ തുടങ്ങി, എന്റെ തൊണ്ട വരളാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എതിരാളികളുടെ കസർത്ത കേൾക്കുക. ആ എതിരാളികളുടെ കുതിര എന്റെ തൊട്ടുപിറകെത്തി. അവരെന്റെ തൊട്ടുപിറകെത്തി. മരുഭൂമിയുടെ മണൽ തരികളെ വകുത്ത് മാറ്റാൻ കഴിയാതെ എന്റെ കാലുകൾ തളരാൻ തുടങ്ങി, എന്റെ കൈകൾ തളരാൻ തുടങ്ങി, എന്റെ തൊണ്ട വരളാൻ തുടങ്ങി. എന്റെ തൊണ്ട വരളാൻ തുടങ്ങിയപ്പോ ആ സമയത്ത് ആ സാഹചര്യത്തിൽ ഞാൻ എന്റെ തൊണ്ടയിൽ നിന്നും ഞാൻ വിളിച്ചു. എന്താ വിളിച്ചതെന്നറിയോ? അല്ലാഹ്. ആ സമയത്ത് ഞാൻ എന്റെ സഹായത്തിന്റെ തമ്പുരാനെ
ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോ ആ എതിരാളികളുടെ വാൾത്തലപ്പുകൾ എന്റെ പുറകിൽ പതിരേണ്ട താമസം. ആരുടെ പിറകിൽ? റഫറുവിന്റെ പിറകിൽ വാൾത്തലപ്പുകൾ, ആ ശത്രുക്കളുടെ വാൾത്തലപ്പുകൾ പതിരേണ്ട താമസം. പെട്ടെന്നത് പറയുന്നു, ഞാൻ എന്റെ മുമ്പിൽ ഒരു വെളുപ്പടയാളം കാണുകയാണ്. ഞാൻ എന്റെ മുമ്പിൽ ഒരു വെളുപ്പടയാളം കണ്ടു. ആ വെളുപ്പടയാളം ആരാണെന്ന് എനിക്കറിയില്ല, ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കുറപ്പായി ഞാൻ ഈ മരുഭൂമിയിൽ എന്തായാലും മരിക്കുമെന്ന് എനിക്കുറപ്പായി. ഞാൻ വിചാരിച്ചു പിറകു ഭാഗത്ത് മാത്രമല്ല, പിൻഭാഗത്ത് മാത്രമല്ല, മുൻഭാഗത്തും എതിരാളികളുണ്ട്, മുൻഭാഗത്തും ശത്രുക്കളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ആ വെള്ള പട്ടാളക്കാർ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ സടകുടഞ്ഞു നിൽക്കുന്ന വെള്ള കുതിരയുടെ മുകളിൽ വെള്ള വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ഒരു വെള്ള കുതിര പട്ടാളക്കാരന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്, എന്റെ അടികളിലേക്ക് പാഞ്ഞു വരികയാണ്. ഞാൻ അവരാരാണെന്നറിയാതെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ ആ സമയത്ത് അതാരെന്നറിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റളിയല്ലാഹു തആലാന്റെ അടുക്കലേക്ക് ആ വെള്ളപ്പട്ടാളക്കാർ, ആ കുതിരപ്പട്ടാളക്കാർ പാഞ്ഞു വന്നിട്ട് പറഞ്ഞു അത്രേ, ഓടി രക്ഷപ്പെട്ടോ, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് പോവുക, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിലേക്ക് പോവുക. മഹാനായ റളിയല്ലാഹു തആല പറയുകയാ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ആ മരുഭൂമിയിൽ എവിടെ നിന്നോ വരുന്ന ഒരു വലിയ അശ്വാരൂഢ സമൂഹത്തെ ഞാൻ കണ്ടു. വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ശുഭ്രവസ്ത്രധാരികളായ ആകാശ ലോകത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ഒരു വലിയ അശ്വാരൂഢ സമൂഹത്തെ ഞാൻ കണ്ടു. അവനാരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ മുമ്പോട്ട് ഓടുകയായി. അവരെന്നോട് പറഞ്ഞതുപോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഓടുകയാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ഓടുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ എതിരാളികളാ ശത്രുക്കളെ കൊന്നൊടുക്കുകയാ. ആ മലക്കുകൾ, ആ വെള്ളപ്പട്ടാളക്കാർ ആ ശത്രുക്കളെ കൊന്നൊടുക്കുകയാണ്. എതിരാളികൾ അവർ കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഓടി 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 ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന് മുകളിലേക്ക് ഞാൻ കമിഴ്ന്നു വീണു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന് മുകളിലേക്ക് ഞാൻ കമിഴ്ന്നു വീണു. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റപ്പോ മഹാനായ റളിയല്ലാഹു തആല അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു അത്രേ, എന്തു പറ്റി റഫേ, എന്തു പറ്റി റഫേ? നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റഫേ, പാതിരാ സമയത്ത് പാരാവാരം പോലെ പലർന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത ആ മരുഭൂമിയിൽ നിന്നെ സഹായിക്കാമെന്ന ആ ശത്രുക്കൾ നിന്റെ തലവെട്ടാൻ വേണ്ടി വരുമ്പോ നിന്നെ സഹായിക്കാമെന്ന വെള്ളപ്പട്ടാളക്കാരില്ലേ, വെള്ളക്കുതിരപ്പട്ടാളക്കാരില്ലേ, ആകാശ ലോകത്ത് നിന്ന് ശുഭ്രവസ്ത്രധാരികളായ വെള്ളത്തലപ്പാവ് തലയിൽ ചുറ്റിയ ആളുകളില്ലേ, അവരാരെന്നറിയോ? നിന്നെ സഹായിക്കാവുന്ന ആളുകൾ അവരാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദാ ജുനൂദുല്ലാഹി തആല, അത് അല്ലാഹുവിന്റെ പട്ടാളമായ മലക്കുകളാണ്.